Hey guys, I hope everybody is doing good. So, Honda revealed an exciting stuff. Not that exciting, but നല്ല കളർഫുൾ ആയിട്ടുണ്ട്. So, this is the all new CB 125 Hornet. നമുക്കതിനെ ബേബി ഹോണറ്റ് എന്ന് വിളിക്കാം. പോയാലോ വേണ്ടല്ലേ? ഇന്ന് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ നോക്കാം. ദിസ് ഈസ് ദ ഓൾ ന്യൂ CB 125 Hornet. നമുക്ക് ലുക്സിനെ കുറിച്ച് നോക്കാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ട് സെക്ഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഭയങ്കര പ്രകാശപൂരിതമായിട്ട് തോന്നി. റോഡിൽ എത്രത്തോളം പ്രകാശം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ USD ഫോക്ക് ഫസ്റ്റ് സെഗ്മെന്റിലാണ് ഗോൾഡൻ USD ഫോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അലോയ് വീൽസ് കാണാം വിത്ത് ട്യൂബ്ലെസ് സ്പേസ് 17 ഇഞ്ച് വീൽസ് ആണ് ബാക്കും ഫ്രണ്ടും വന്നിട്ടുള്ളത്. ബോഡി കളേർഡ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്കിംഗിലേക്ക് നോക്കുമ്പോൾ 240mm ഡിസ്ക് വിത്ത് സിംഗിൾ ചാനൽ ABS, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് TFT ഡിസ്പ്ലേ കാണാം. അതിൽ നമുക്ക് 10x10 നാവിഗേഷൻ, അതേപോലെ SMS അലേർട്ട്, കോൾ അലേർട്ടും കാര്യങ്ങളൊക്കെ ഹോണ്ടയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഫുള്ളി ടാങ്കിലേക്ക് നോക്കുമ്പോൾ ടാങ്കിൽ തന്നെയാണ് അതിന്റെ കീ സോക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ. ഇതും ഫസ്റ്റ് ടാങ്കിലേക്ക് വരുമ്പോൾ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. ഏകദേശം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. 125cc എഞ്ചിൻ ഹോണ്ട, പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ആണ്. എന്തായാലും അതും കൊള്ളാം. നമുക്കൊരു USB ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ലുക്കിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ടൈൽ സെക്ഷനിൽ LED ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം. മഫ്ലർ ഒരു ഡിഫറെന്റ് രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. ഹോണ്ടന്റെ CB 150R അതേപോലെ CBR കൊണ്ടുവന്ന ഏകദേശം ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ മഫ്ലറും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CBR 150R CBR 250R ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇവർക്ക് ഈ സ്റ്റിക്കർ മാറ്റി ഇറക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റിൽ കയറിയെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 166mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. 124 കിലോഗ്രാം ഓഫ് കർബ് വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. 4 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ് ലൈനർ ആണെന്ന് പറയാം. പെട്ടെന്ന് 125, അതേപോലെ എക്സ്ട്രീം 125R, ഹീറോന്റെ TVS റൈഡർ, ഇതിനൊക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റ് സെഗ്മെന്റ് എന്നാണ് ഹോണ്ട ക്ലൈം ചെയ്യുന്നത്. ഓക്കെ, സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം കൺട്രോൾ C+ കൺട്രോൾ V ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഹീറോ എക്സ്ട്രീമിന്റെ ഏകദേശം സൈഡ് പ്രൊഫൈൽ അതേപോലെ എടുത്തു വെച്ച പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാലും കൊള്ളാം. എന്നാലും കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ ഡിസൈൻ എലമെന്റ്സിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ CB 125 Hornet. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻസ് ബിലോ. താങ്ക് യു.